ചെറുപുഴ മത്സ്യമാർക്കറ്റിന് സമീപം പ്രവർത്തിക്കുന്ന ആഴ്ചച്ചന്തയ്ക്കെതിരെയും പയ്യന്നൂർ ബ്ലോക്ക് ഫാർമേഴ്സ് ഓർഗനൈസേഷന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന സ്ഥാപനത്തിനെതിരെയും നടക്കുന്നത് സ്ഥാപനത്തെ തകർക്കുവാൻ ഉദ്ദേശിച്ച് നടക്കുന്ന പ്രചരണമെന്ന് ബന്ധപ്പെട്ടവർ പറഞ്ഞു. ഇപ്പോൾ സാധനങ്ങൾ ഇവിടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാലും നമുക്കൊരു പരിമിതിയുണ്ട്. സാധനം ഇവിടെ വിറ്റഴിക്കുന്ന ജനങ്ങൾക്ക് ലാഭകരമായിട്ടുള്ള നമുക്കിപ്പോൾ ഒരു 80 രൂപയ്ക്കും 90 രൂപയ്ക്കും ഇവിടെ പയർ വിൽപ്പന നടത്തുന്ന സമയത്ത് ഇവിടെ കൊണ്ടുവന്ന പയർ സ്റ്റോക്ക് വന്ന സമയത്ത് നമ്മൾ 50 രൂപയ്ക്ക് ഇവിടെ കൊണ്ട് പയർ കൊടുത്തു. അവരത് 10 രൂപ മെച്ചപ്പെടുത്തിയിട്ട് അതിനെ 50 രൂപയ്ക്ക് പുറത്ത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അത് വിറ്റഴിച്ചു. പിന്നെ അതേപോലെ തന്നെ നമ്മളിവിടെ കൊണ്ട് കൊടുക്കുന്ന സാധനത്തിൽ നിന്ന് ചില സാധനങ്ങളൊക്കെ ഡാമേജ് വന്ന് പോകാറുണ്ട്. ഡാമേജ് വന്ന് പോകുന്ന സാധനമൊക്കെ ഇവർ നമ്മൾ തൂക്കി ഏൽപ്പിച്ചെന്നുണ്ടെങ്കിൽ പറഞ്ഞ് നമ്മൾ അതിൻ്റെ പൈസ വാങ്ങാറില്ല. ആ സാധനത്തിൻ്റെ ഡാമേജ് വന്ന സാധനം മാറ്റി വെച്ചാൽ അതിൻ്റെ ബാക്കി സാധനത്തിൻ്റെ പൈസ നമ്മൾ വാങ്ങാറില്ല. ഇപ്പോൾ ഒരു 10 കിലോ പയർ കൊടുത്താൽ ചിലപ്പോൾ അതിനകത്ത് 1 കിലോയോ 2 കിലോയോ പയർ മുന്നോട്ട് പോയിട്ടുണ്ടാവും. അതൊക്കെ അവർക്ക് വിറ്റഴിക്കാൻ പറ്റില്ല. ആ സാധനം എല്ലാം മാറ്റി ബാക്കി നമ്മൾ 7-8 കിലോയുടെ 9 കിലോയുടെ പൈസയെ വാങ്ങുള്ളൂ. സ്ഥാപനം തുടങ്ങുവാൻ ശ്രമം നടക്കുന്ന സമയം മുതൽ ഇത്തരം പ്രചരണങ്ങളുമായി ചില കേന്ദ്രങ്ങൾ രംഗത്തെത്തിയിരുന്നുവെന്ന് സ്ഥാപനം നടത്തുന്ന വ്യക്തികൾ പറഞ്ഞു. ഇത്തരം സ്ഥാപനങ്ങൾ കർഷകരുടെ ഉന്നമനം ലക്ഷ്യമിട്ടാണ് തുടങ്ങിയിട്ടുള്ളതെന്നും ഇത് കർഷകരുടെ സ്ഥാപനമാണെന്നും ഇതിനെ തകർക്കുവാൻ നടക്കുന്ന പ്രചരണങ്ങൾ കർഷകർ തിരിച്ചറിയണമെന്നും ചെറുപുഴ കൃഷിഭവൻ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സുരേഷ് കുറ്റൂർ പറഞ്ഞു. കൃഷിഭവൻ്റെ നേതൃത്വത്തിൽ ഈ സംവിധാനം ആരംഭിച്ചിട്ട് ഇപ്പോൾ ഏകദേശം 2 ആഴ്ച കഴിയുന്നതേ ഉള്ളൂ. അപ്പോൾ അതിനെതിരെ വ്യാജമായ പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് നമ്മളിങ്ങനെ സംസാരിക്കുന്നത്. യഥാർത്ഥത്തിൽ ആൾക്കാർ കഥയറിയാതെ ആട്ടം കാണുകയാണ് എന്നുള്ളതാണ്. കർഷകൻ്റെ ഭാഗത്തു നിന്ന് അതിനെതിരെ പരാമർശം ഉണ്ടായിരുന്നതിൽ നമ്മളെ വളരെയധികം വേദനിപ്പിക്കുന്നു. കാരണം കർഷകർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ സംവിധാനം ഏർപ്പാടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ സ്ഥിതി മറ്റ് കർഷകരറിയണം. കർഷകരുടെ ഭാഗത്ത് നമുക്ക് 100% സപ്പോർട്ടുണ്ട്. എന്നാലും ആ കർഷകരുടെ പക്ഷത്ത് നിന്ന് തന്നെ ചില എതിരഭിപ്രായങ്ങളുടെ സമയത്ത് യാഥാർത്ഥ്യം പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ കൃഷിഭവൻ ചെയ്തത് ഈ ഒരു പല പ്രചരണങ്ങളും ഈ എക്കോ ഷോപ്പ് അല്ല, ഇതൊരു ആഴ്ചച്ചന്തയാണ്. ഈ ആഴ്ചച്ചന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ആഴ്ചയിൽ തുറന്ന് പ്രവർത്തിക്കുകയും കർഷകർ തന്നെ അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുകയും ചെയ്യേണ്ട ഒരു സംവിധാനമാണ്. അത് നമ്മളെ പുളിങ്ങോത്ത് കടന്നിരുന്നതാണ്. അപ്പോൾ അത് മുമ്പേ നിലച്ചു പോയതാണ്. അപ്പോൾ അതിനെതിരെ ഇങ്ങനെ വാർത്തകൾ വരുന്ന സമയത്ത് നമ്മൾ അത് ഇവിടെ കൊണ്ട് വെച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് യഥാർത്ഥത്തിൽ ഉദ്യോഗസ്ഥർ നിലയിൽ നമുക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളില്ല. അത് സ്ഥാപിക്കുന്നതിന് വേണ്ടി 40,000 രൂപ സർക്കാർ മുടക്കി അതവിടെ ചെലവഴിച്ച് കഴിഞ്ഞു. പക്ഷേ ആൾക്കാരുടെ ആവശ്യവും അതുപോലെ തന്നെ അതിനെതിരെ അഭിപ്രായം, അത് വള്ളികേറി കിടക്കുന്നുള്ള അഭിപ്രായം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കൃഷിഭവൻ ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്ന് പൈസ എടുത്തു. അതായത് നമ്മൾ 3 ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്ന് ഒരു 15,000 രൂപയോളം ഇത് കെട്ടുന്നതിന് വേണ്ടി ചിലവായിട്ടുണ്ട്. അതിന് ഫണ്ടില്ല, സർക്കാരിൻ്റെ ഫണ്ടില്ല. പക്ഷേ നമ്മൾ കർഷകരുടെ ഗുണം മുൻനിർത്തിക്കൊണ്ട് ചെയ്തൊരു കാര്യം. അതുപോലെ തന്നെ ഈ മത്സ്യ മാർക്കറ്റിൽ ഇവർക്ക് അറിയാം നമ്മൾ ചെയ്തത്. ഇത് ഈ FPOൻ്റെ രണ്ട് തൊഴിലാളികളും ഞാൻ ഉൾപ്പെടെ ആണ് ഇതെല്ലാം കെട്ടുന്നത്. കാരണം നമ്മൾ കയ്യിൽ നിന്ന് പൈസ മുടക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഉദ്യോഗസ്ഥർക്ക് 10 മണി മുതൽ 5 മണി വരെ ജോലി ചെയ്ത് പോയാൽ മതി. അതുപോലെ തന്നെ ഫണ്ട് ഉണ്ടെങ്കിൽ മാത്രം കാര്യങ്ങൾ ചെയ്താൽ മതി. പക്ഷേ കർഷകരുടെ താല്പര്യം മുൻനിർത്തിക്കൊണ്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ ചെയ്യേണ്ടതുമാണ്. നമുക്കൊരു യഥാർത്ഥത്തിൽ ഒരു സാമൂഹ്യ പ്രതിബദ്ധത നമുക്കുണ്ടെങ്കിൽ ചെയ്യണം എന്നുള്ളത് കൊണ്ട് ചെയ്യുന്നതാണ്. പക്ഷെ ഇങ്ങനെ വളർന്നു വരുന്ന സമയത്ത് ഇത് നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിൽ ഇതിൻ്റെ ഒരു ചർച്ച എന്ന് പറഞ്ഞാൽ ആ ചർച്ച ഞാൻ ശ്രദ്ധിച്ചിരുന്നു. യഥാർത്ഥത്തിൽ ഇവിടെ ബയോ ഇൻപുട്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിലെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോൾഡ് സ്റ്റോറേജിൽ ചെയ്യുന്നതാണ്, സൂക്ഷിക്കുന്നതാണ്. അതുകൊണ്ട് ഇവിടെ സംവിധാനമില്ല, വെയിലത്താണെന്നുള്ളതാണ്. അത് വെയിലത്തല്ല, അതിൻ്റെ പിറകിലുള്ള ഗ്രീൻ ഹൗസ് ഉണ്ട്. ആ ഗ്രീൻ ഹൗസ് ചൂട് കുറക്കുന്ന സംവിധാനമാണ്. അതിൻ്റെ ഉള്ളിലാണ് അതാത് സമയത്ത് വിറ്റഴിച്ചു പോകുന്നതായതുകൊണ്ട് ഇവിടെ കോൾഡ് സ്റ്റോറേജ് എങ്ങനെ സ്ഥാപിക്കും? ഇതിന് ഫണ്ടില്ല. യഥാർത്ഥത്തിൽ കോൾഡ് സ്റ്റോറേജ് അല്ലെങ്കിൽ ആ സംവിധാനം ബയോ ഇൻപുട്സ് വിൽപ്പന നടത്തുന്ന കേന്ദ്രങ്ങളിലൊന്നും കോൾഡ് സ്റ്റോറേജ് ഇല്ല. അങ്ങനെയുള്ള പ്രചരണങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതൊരു പൊതു സംവിധാനമായതുകൊണ്ട് ഈ പൊതു സംവിധാനത്തിനെതിരെ ആർക്കും എടുത്തു കൊട്ടാൻ പറ്റുന്ന ഒരു ചെണ്ടയാണ് ഈ പൊതു സംവിധാനം എന്ന് പറയുന്നത്.